മേശമേൽ കൈമുട്ടുകൾ ഊന്നി കൈത്തലങ്ങളിൽ തലയണച്ച് കുനിഞ്ഞിരിക്കുമ്പോൾ ഓർമ്മ ആ വൃദ്ധയെക്കുറിച്ചായിരുന്നു. വൃദ്ധയ്ക്ക് ആരുമില്ല, അനാഥ. ആരോ ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. വൃദ്ധയെ മെയിൻ ഹാളിലെ കോർണർ ബെഡിൽ കിടത്തി. തൽക്കാലത്തെ ആശ്വാസത്തിനു വേണ്ടിയ ഗ്ലൂക്കോസ് കൊടുത്തു. മരുന്ന് കുത്തിവെച്ചു. മങ്ങിയ ചാരനിറമുള്ള കണ്ണുകളിൽ കുറേ നേരം നോക്കി നിന്നപ്പോൾ ആ വൃദ്ധ ഒരന്യയാണെന്ന് തോന്നിയില്ല. തൻ്റെ ഉത്കണ്ഠ കണ്ട് സുനന്ദ പുച്ഛത്തോടെ ചിരിച്ചു. നീ എന്തിനാണ് ഇത്ര ഊരുവാരി പിടിക്കുന്നത്? വത്സലയുടെ മട്ട് കണ്ടാൽ തോന്നും സ്വന്തം അമ്മയാണെന്ന്. ഏതെങ്കിലും വഴിയിൽ കിടന്ന് ചാകേണ്ടതായിരുന്നു. ആരോ ഇവിടെ കൊണ്ടു തള്ളി. കണ്ടില്ലേ, ആയുസറ്റതാണ്. അരുത് എന്ന അർത്ഥത്തിൽ അവൾ സുനന്ദയുടെ നേരെ നോക്കി. ഒരു ഡോക്ടർ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഒരു ജീവന് വേണ്ടി അവസാനത്തെ നിമിഷം വരെ കാവൽ നിൽക്കണം. അതൊന്നും പറഞ്ഞാൽ സുനന്ദയ്ക്ക് മനസ്സിലാവില്ല. അവൾക്ക് ഈ ഉദ്യോഗം വെറും ഒരു അന്തസ്സിന് വേണ്ടിയാണ്, പ്രൗഢിക്കാണ്. 4-ാം വാർഡിൽ നിന്ന് നിലവിളി കേട്ടു. വത്സല ഞെട്ടി. ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. കാർ അപകടത്തിൽപ്പെട്ട വൃദ്ധനോ, കാലിൽ പഴുപ്പുള്ള ചെറുപ്പക്കാരനോ. ആശുപത്രിയിൽ ഒരു ഡോക്ടർ മരണത്തെ ഭയപ്പെടുന്നത് ആരും വിശ്വസിക്കുകയില്ല. വത്സല സ്വന്തം മനസ്സിലേക്ക് നോക്കി. താനിപ്പോൾ മരണമെന്ന് കേട്ടാൽ ഞെട്ടുന്നു. ആശുപത്രി കെട്ടിടങ്ങളുടെ ഇരുണ്ട മൂലകളിൽ മരണം പതിയിരിക്കുന്നുണ്ടോ? അകലെ ആശുപത്രി മതിലിനോട് ചേർന്നുള്ള മരക്കൂട്ടങ്ങളുടെ നിഴൽപ്പാടുകളിൽ ഇരുട്ടിൽ മരണത്തിൻ്റെ പാദസരങ്ങൾ കേൾക്കുന്നുണ്ടോ? കോർണർ ബെഡിൽ കിടക്കുന്ന വൃദ്ധയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വൃദ്ധ വെറും അന്യയാണോ? മങ്ങിയ ചാരനിറമുള്ള കണ്ണുകളിൽ, കണ്ണീരിൻ്റെ പാടയുള്ള കണ്ണുകളിൽ നോക്കി നിൽക്കുമ്പോൾ വൃദ്ധ വെറും അന്യയല്ല. ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു. അച്ഛൻ്റെ പഴയ ഇരുമ്പ് പെട്ടിയുടെ അടിയിൽ നിന്നാണ് ആ ചിത്രം കിട്ടിയത്. ചിത്രത്തിലെ തിളങ്ങുന്ന കണ്ണുകളും തുടുത്ത മുഖവും നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ. ചിത്രവും കൊണ്ട് അച്ഛൻ്റെ നേരെ തിരിഞ്ഞു. ഇതാരാണച്ഛാ? അച്ഛൻ്റെ മുഖത്ത് വിഷാദത്തിൻ്റെ ഇരുൾ വീഴുന്നത് കാണുക ചിരിക്കാനാണ് തോന്നിയത്. അച്ഛൻ ഇനിയും ആ ദുഃഖം മറക്കാറായില്ലേ? ഒരമ്മ. മുലകുടി മാറുന്നതിന് മുമ്പ് മകളെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരുവളെ അമ്മയെന്ന് വിളിക്കുന്നത് എങ്ങനെ? അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. പഴയ ഇരുമ്പ് പെട്ടിയുടെ അടിയിൽ ആരും കാണാതെ ഒളിച്ചു വച്ചിരിക്കുന്ന അമ്മയുടെ ചിത്രം കൂടെ കൂടെ എടുത്തു നോക്കി അച്ഛൻ നെടുവീർപ്പിടുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു. ഒളിച്ചോടിപ്പോയ കാലത്ത് അമ്മ സുന്ദരിയായിരുന്നു. അത് ഈ ചിത്രം കണ്ടാലറിയാം. തുടുത്തു മനോഹരമായ മുഖം, കറുത്ത് തിളങ്ങുന്ന കണ്ണുകൾ. ഇപ്പോൾ അമ്മ വൃദ്ധയായി കാണും. കൊല്ലം കുറേ ആയല്ലോ. ഇത്രയും നാൾ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കലിയായിരുന്നു, പകയായിരുന്നു. അനാഥയായ വൃദ്ധയുടെ ചാരനിറമുള്ള കണ്ണുകളിലേക്കും ചുളിവുകൾ വീണ മുഖത്തേക്കും നോക്കി നിൽക്കുമ്പോൾ മനസ്സലിയുന്നു. വയസ്സാവുമ്പോൾ കണ്ണുകൾക്ക് ചാരനിറം വീഴുമായിരിക്കും. ഒരു കാലത്ത് ഈ വൃദ്ധയും സുന്ദരിയായിരുന്നിരിക്കണം. കണ്ണുകൾക്ക് തിളക്കവും മുഖത്തിന് തുടുപ്പുമുണ്ടായിരുന്ന കാലത്ത് ഭർത്താവിനെയും മക്കളെയും ഇട്ടിട്ട് ഏതെങ്കിലും കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയവളായിരിക്കുമോ ഈ വൃദ്ധയും? വാതിൽ തള്ളി തുറന്ന് സുനന്ദ അകത്തേക്ക് വന്നു. വത്സലെ, ഞാൻ പോകുന്നു. ഒന്നും മിണ്ടാതെ മുഖമുയർത്തി അവളെ നോക്കി. സുനന്ദ പച്ച സ്ക്രീനിൻ്റെ പിന്നിൽ ചുമരിലെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. എങ്ങോട്ടാണാവോ യാത്ര ഈ വൈകുന്നേരം? ബീച്ചിൽ എഞ്ചിനീയർ മോഹനൻ്റെ മുന്നിൽ ലജ്ജാസുന്ദരമായ മന്ദസ്മിതത്തോടെ പൂഴിമണലിൽ വരച്ചും മായ്ച്ചും അവൾ ഇരിക്കുന്നത് മനസ്സിൽ സങ്കല്പിച്ചു. അണിഞ്ഞൊരുക്കം കഴിഞ്ഞ് മൂളിപ്പാട്ടോടുകൂടി അവൾ അടുക്കലേക്ക് വന്നു. നീ എന്തൊരിരിപ്പാണ് വത്സലെ! ഈ ഇളം പ്രായത്തിൽ ഇത്രയേറെ ചിന്ത പാടില്ല. സുനന്ദയുടെ വിചാരം താൻ ഏതോ മൗന ദുഃഖം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. വേറൊന്നും ചോദിക്കാൻ നിൽക്കാതെ വാനിറ്റി ബാഗെടുത്ത് കൈത്തണ്ടയിൽ തൂക്കി അവൾ ഇറങ്ങിപ്പോയി. വത്സല എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. അറ്റൻഡർ അന്തോണി അതിലേ വന്നു. ആരാ അന്തോണി മരിച്ചത്? അന്തോണി നരച്ച തല ചൊരുകിക്കൊണ്ട് പറഞ്ഞു. കാർ അപകടത്തിൽപ്പെട്ട ആ വയസ്സൻ. പിന്നെ ഒന്നും ചോദിക്കുന്നില്ലെന്ന് ബോധ്യമായപ്പോൾ അന്തോണി ഭവ്യതയോടെ നോക്കി കടന്നുപോയി. നേരമിരുട്ടി. ആശുപത്രി വാർഡുകളിൽ വിളക്കുകൾ തെളിഞ്ഞു. വരാന്തയിലെ മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് വത്സല പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അകലെ ആശുപത്രി മതിലിനോട് ചേർന്നുള്ള മരങ്ങളുടെ നിഴൽപ്പാടുകളിൽ ഇരുട്ടിൽ മരണം ഒളിച്ചിരിപ്പുണ്ടോ? വീശുന്ന ശീതക്കാറ്റിന് മരണത്തിൻ്റെ ഗന്ധമുണ്ടോ? നഴ്സ് ശാന്തമ്മ വാർഡിൽ നിന്ന് വരുന്നത് കണ്ടു. മാഡം എന്താ ഇവിടെ നിൽക്കുന്നേ? വെറുതെ. ശാന്തമ്മ അകത്തേക്ക് കയറിപ്പോയി. തെല്ല് കഴിഞ്ഞ് വത്സല അകത്തേക്ക് ചെല്ലുമ്പോൾ ശാന്തമ്മ ഓവൽറ്റിൻ തയ്യാറാക്കുകയായിരുന്നു. മാഡത്തിന് ഒരു കപ്പ് ഓവൽറ്റിൻ തരട്ടെ? വേണ്ട, ശാന്ത കുടിക്കൂ. മേശപ്പുറത്ത് കിടന്ന മെഡിക്കൽ ബുള്ളറ്റിൻ എടുത്ത് അലസമായി മറിച്ചു നോക്കിക്കൊണ്ട് ചൂരൽ കസേരയിൽ ഇരിക്കുമ്പോൾ ശാന്തമ്മ അവളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ വീട്ടിൽ ചെല്ലണമെന്ന് അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, പോകാനെത്തില്ല. പിന്നെ കാണണമെന്ന വിചാരം കയറിയാൽ പിന്നെ അമ്മയ്ക്ക് ഉറക്കം വരില്ല. വത്സല ചെറിയ ചിരിയോടെ ശാന്തമ്മയെ നോക്കി. മകളെ ഓർത്ത് വ്യസനിക്കുന്ന സ്നേഹനിധിയായ അമ്മയുണ്ടവൾക്ക്. അമ്മയുടെ കാര്യം പറയാനേ അവൾക്ക് നേരമുള്ളൂ. അമ്മ മുടി പിന്നിത്തരും, പൂ ചൂടിത്തരും, പൊട്ടുകുത്തിത്തരും.
ശാന്തമ്മ ഭാഗ്യവതിയാണ്. ശാന്തമ്മയെ സ്നേഹിക്കാൻ ഒരമ്മയുണ്ട്. ഡോക്ടർക്ക് അമ്മയില്ലേ? മനസ്സിലൊരു അഗ്നിഗോളം പുകഞ്ഞു. അമ്മ വേറൊരുവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെ? ഇല്ല ശാന്തമ്മേ, എനിക്ക് അമ്മയില്ല. എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ മരിച്ചുപോയി. അവൾ വേറെ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ഭയന്നു. വിഷയം മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചു. മെയിൻ ഹാളിൽ കോർണർ ബെഡിലെ വൃദ്ധയ്ക്ക് എങ്ങനെയുണ്ട് ശാന്തമ്മേ? അവൾ ഉദാസീനയായി പറഞ്ഞു. ഓ, അതങ്ങനെ കിടക്കുന്നു. എൻ്റെ നോട്ടത്തിൽ നേരം വെളുപ്പിക്കത്തില്ല. ശാന്തമ്മ വാർഡിലേക്ക് പോയി. വൃദ്ധയെക്കുറിച്ച് ഓർത്തുകൊണ്ട് വത്സല ഏറെ നേരമിരുന്നു. അവരെ രക്ഷിക്കണം ഇടയ്ക്കോർത്തു. അല്ലെങ്കിൽ ഏതോ വൃദ്ധയെ ചൊല്ലി താൻ ഇത്രയേറെ വിഷമിക്കുന്നത് എന്തിന്? ആശുപത്രിയിൽ വരുന്ന ഏതെങ്കിലും രോഗിയോട് ഒരു ഡോക്ടർക്ക് പ്രത്യേകിച്ച് മമത തോന്നേണ്ടതുണ്ടോ? എല്ലാ രോഗികളും ഒരുപോലെയല്ലേ? എങ്കിലും ഇരിപ്പുറയ്ക്കുന്നില്ല. എഴുന്നേറ്റ് വാർഡിലേക്ക് ചെന്നു. വൃദ്ധയുടെ തൊണ്ടക്കുഴിയിൽ നേരിയ ഒരു അനക്കമേയുള്ളൂ ബാക്കി. ശാന്തമ്മയുടെ വാക്കുകൾ ചെവിയിൽ വീണ്ടും മുഴങ്ങി. എൻ്റെ നോട്ടത്തിൽ നേരം വെളുപ്പിക്കില്ല. നനഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അനാഥയായ വൃദ്ധയുടെ അരികിൽ നിന്ന് ഡോക്ടർ കരയുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? റൂമിൽ വന്ന് മേശമേൽ പിണച്ചുവെച്ച കൈത്തണ്ടമേൽ തലചായ്ച്ച് കുനിഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്ന് മയങ്ങി. ശാന്തമ്മ വന്ന് വിളിച്ചപ്പോഴാണ് മയക്കത്തിൽ നിന്നുണർന്നത്. ഡോക്ടർ, ഓടി വരൂ. ആ വൃദ്ധ കേട്ട പാതി കേൾക്കാത്ത പാതി മെയിൻ ഹാളിലേക്ക്. വൃദ്ധയുടെ മങ്ങിയ ചാരമുറയുള്ള കണ്ണുകൾ ഇമകൾ ചുമ്മാതെ മിഴിഞ്ഞിരുന്നു. വരണ്ട ചുണ്ടുകളിൽ വത്സല ഓറഞ്ച് നീര് ഇറ്റിച്ചു കൊടുത്തു. അവൾ നോക്കി നിൽക്കെ വൃദ്ധയുടെ നരച്ച മിഴികൾ അടഞ്ഞു. മനസ്സിൽ കെട്ടിനിന്ന ഒരു കണ്ണീർ തടാകം അണപൊട്ടി ഒഴുകുന്നത് പോലെയും ആ ഒഴുക്കിൽ താൻ ഒഴുകിപ്പോകുന്നത് പോലെയും അവൾക്ക് തോന്നി. ഒരു മരണം മരിക്കുന്ന ആളുടെ മാത്രം അനുഭവമാണോ?